ഗുവാഹത്തിയിൽ പുതിയൊരു തരം ജിഹാദ് വിശുദ്ധ യുദ്ധം നടക്കുന്നുവെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫ്ലഡ് ജിഹാദ്, പ്രളയ ജിഹാദ്, പ്രണയ ജിഹാദല്ല, പ്രളയ ജിഹാദ്. ഈ കഴിഞ്ഞ 5-ാം തീയതി വെറും 2 മണിക്കൂർ നേരം തുടരെ പെയ്ത അതിതീവ്ര മഴ ഗുവാഹത്തി നഗരത്തെ മുക്കിക്കളഞ്ഞു. ശരിക്കും മിന്നൽ പ്രളയം. വെള്ളക്കെട്ട് തടയുന്നതിൽ അമ്പേ പരാജയമായ BJP സർക്കാരിനെ ഒരു പൊതു താൽപ്പര്യ ഹർജി പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് വിജയ് ബിഷ്ണോയ് അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് നന്നായി എടുത്തു കുടഞ്ഞു, കഠിനമായി വിമർശിച്ചു. വെള്ളക്കെട്ടിൽ ഇടയ്ക്കിടെ ജീവിതം സ്തംഭിച്ചു പോകുന്നത് നഗരവാസികൾക്കുണ്ടാകുന്ന മാനസിക ആഘാതം സർക്കാരിന് മനസ്സിലാകുന്നില്ലേ? കോടതി ചോദിച്ചു. ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കേണ്ട സമയമായി. സംസ്ഥാനം അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ. ഇത് കോടതി പറഞ്ഞത്. കോടതി മാത്രമല്ല, ഈ വെള്ളപ്പൊക്ക ദുരിതം ആവർത്തിക്കുന്നതിനെതിരെ അസം സർക്കാർ പല കോണിൽ നിന്നും കഠിനമായി വിമർശിക്കപ്പെടുകയാണ്. ഫ്ലഡ് മാനേജ്മെൻറ്റ് സംബന്ധിച്ച് സർക്കാരിന് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്തതാണ് പ്രളയ ദുരിതം ഇത്ര വലുതാക്കുന്നതെന്ന ആരോപണത്തിന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ഇപ്പോൾ ഒരു മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിനെതിരെ ഫ്ലഡ് ജിഹാദ് നടക്കുന്നു. ആദ്യ ഊഴം ഭവന നഗരകാര്യമന്ത്രി അശോക് സിംഗാളിൻ്റേതായിരുന്നു. നഗരത്തെ മുക്കിയ വെള്ളത്തിൽ പകുതിയിലധികവും വന്നത് ഗുവാഹത്തിയിൽ നിന്നല്ല, മേഘാലയയിൽ നിന്നാണ്. ഇതായിരുന്നു സിംഗാളിൻ്റെ ന്യായവാദം. 1.5 മണിക്കൂറിനകം 136 മില്ലിമീറ്റർ മഴയാണ് നഗരത്തിൽ പെയ്തിറങ്ങിയത്. വെള്ളമൊഴുകുന്ന ഓടകൾക്ക് ഇത് വഹിക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു, അതിലും അധികമായിരുന്നു എത്തിയ മഴ. ഇതുകൂടാതെ മേഘാലയയിൽ നിന്നുള്ള വെള്ളം കൂടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മന്ത്രി കൈമലർത്തി. പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസിൻ്റെ ഊഴം. സംസ്ഥാന അതിർത്തിയിലെ കുന്നിൻ ചെരുവിൽ പണിത മേഘാലയ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ കെട്ടിടങ്ങളാണ് മിന്നൽ പ്രളയമുണ്ടാകാൻ കാരണം. മേഘാലയയിലെ റിഭോയ് ജില്ലയിൽ നിന്ന് ഗുവാഹത്തിയിലെ ജോറാബത്തിലേക്കുള്ള മലഞ്ചെരുവിലെ മരങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് ഈ സർവകലാശാല പുതിയ മെഡിക്കൽ കോളേജ് കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. 2008 സ്ഥാപിതമായ ഒരു സ്വകാര്യ സർവകലാശാലയാണ് USTM, മേഘാലയ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല. മൊഹ്ബൂബുൽ ഹോക്ക് എന്ന എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയലിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ ഗവേഷണ ഫൗണ്ടേഷനാണ് സർവകലാശാല നടത്തുന്നത്. സർവകലാശാലയുടെ ചാൻസലറും ഈ മെഹ്ബൂബുൽ ഹോക്ക് തന്നെ. പോരെ, ഉത്തരമായല്ലോ. പ്രളയ കാരണം ഫ്ലഡ് ജിഹാദ്. അസമിനെതിരെ മെഹ്ബൂബുൽ പ്രളയ ജിഹാദ് ആരംഭിച്ചിരിക്കുന്നു. അല്ലാത്തപക്ഷം ഇത്രയും ക്രൂരമായി കുന്നുകൾ വെട്ടിവെളുപ്പിച്ച് കെട്ടിടം പണിയില്ല. ഇത് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം. നാക്കിൻ്റെ A ഗ്രേഡ് അക്രഡിറ്റേഷനുള്ള 6000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ് USTM സർവകലാശാല. നാളെ മുതൽ ഗുവാഹത്തിയിലെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കില്ല എന്ന് തീരുമാനിച്ചാൽ, ഗുവാഹത്തിയിലെ അധ്യാപകർ അവിടെ പഠിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഗുവാഹത്തിയിലെ വെള്ളപ്പൊക്ക പ്രശ്നവും തീരും. ഇക്കാര്യമെല്ലാം ഞാൻ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മയെ കണ്ട് പറയുന്നുണ്ട്. അതിശയിക്കേണ്ട, ഒരു മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇതെല്ലാം. ഹിമന്ത ബിശ്വാസ് ഇത്തരം വിടുവായത്തം പറയുന്നത് ഇതാദ്യമല്ല. ബംഗാളി മുസ്ലിങ്ങൾ ഒരു വെളിവുമില്ലാതെ രാസവളങ്ങൾ പ്രയോഗിച്ച് പച്ചക്കറികളും പഴങ്ങളും ഉണ്ടാക്കി അങ്ങാടിയിലെത്തിച്ച് വിറ്റ് ജനങ്ങൾക്ക് തീരാ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് രാസവള ജിഹാദാണ്. ഇദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവർ ഭൂമി ജിഹാദ് നടത്താൻ ശ്രമിക്കുന്നവരാണ്. ഇദ്ദേഹം പറഞ്ഞതാണ്. ലവ് ജിഹാദ് തടയാൻ തൻ്റെ സർക്കാർ നിയമമുണ്ടാക്കും. ലവ് ജിഹാദ് നടത്തുന്നവർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കും. ഇദ്ദേഹം പറഞ്ഞതാണ്. രാജ്യത്ത് ലവ് ജിഹാദ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെൻറ്റിൽ സമ്മതിച്ചതാണ്. പക്ഷേ സകല സംഘപരിവാർ ശക്തികളും അവരുടെ ഫ്രിഞ്ച് ഗ്രൂപ്പുകളും ആവർത്തിച്ചുകൊണ്ടിരിക്കും പ്രണയ ജിഹാദ് ഉണ്ടെന്ന്. അതുകൂടാതെയാണിപ്പോൾ ഹിമന്ത ബിശ്വാസ് വക പ്രളയ ജിഹാദ്, ഭൂമി രാസവള ജിഹാദുകൾ ഒക്കെ. ഇനി എന്തെല്ലാം ജിഹാദ് വരുമെന്ന് കണ്ടറിയണം. അസമിലെ പ്രളയ കാരണം എന്താണെന്ന് ടൗൺ പ്ലാനർമാരും ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും പരിസ്ഥിതി വിദഗ്ധരും കണ്ടെത്തട്ടെ. അത് പ്രളയ ജിഹാദാണെന്ന് ഒരു മുഖ്യമന്ത്രി പ്രസ്താവിക്കും വിധം തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ജിഹാദ് എന്ന് പ്രയോഗിച്ച് പരിധികളില്ലാതെ വെറുപ്പ് പരത്താൻ വിധം ദുർബലമായി നമ്മുടെ ജനാധിപത്യം മാറിത്തീരുന്നു എന്നതാണ് ഭയപ്പെടേണ്ട കാര്യം.